2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോഴത്തെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ എന്ത് തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാലും ഒരു ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബേപ്പൂരിൽ PV അൻവറിനെ മാറ്റി നിർത്തി മറ്റൊരാളെ മത്സരിപ്പിക്കുക എന്നുള്ളത് അവിടെ ഏത് ഓപ്ഷനാണ് വെക്കുക എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ബേപ്പൂരിൽ കോൺഗ്രസ് UDF കാണുന്നത് PV അൻവറിനെ തന്നെയാണ്. ഈ പറയുന്ന ഇടതുപക്ഷ അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരത്തെ മറികടന്നെത്താൻ കഴിയുന്ന ഒരു കാൻഡിഡേറ്റ്, ഇപ്പോൾ ഇതിനെ കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുന്ന, ഇപ്പോൾ PA മുഹമ്മദ് റിയാസ് അവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാലും കുറെ റോഡുകൾ ചെയ്തിട്ടുണ്ടാകാം, അതിന്റെ കുറെ റീൽസുകൾ പുറത്തു വന്നിട്ടുണ്ടാകാം, ഈ പറയുന്ന പോലെ ബേപ്പൂർ ഫെസ്റ്റ് ഭംഗിയായി നടത്തിയിട്ടുണ്ടാകാം. പക്ഷെ ചെയ്യാത്ത കുറെ കാര്യങ്ങൾ കൃത്യമായി മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെ PV അൻവറിന് വിജയിക്കാൻ കഴിയും. പക്ഷെ അതിലൊരു ചെറിയ ആത്മവിശ്വാസ കുറവാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം കൃത്യമായി അവിടെ ഒരു UDF മേൽക്കൈ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ അവിടെ ഏറ്റവും ഭൂരിപക്ഷത്തിൽ നിൽക്കുന്നത് UDF ആണ്. എന്നിട്ടാണ് ഈ പറയുന്നത് പോലെ PV അൻവറിന് ഇങ്ങനെ ഒരു ഭയമുള്ളത്.